പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഞാനിതാ നമ്മൾ സാധാരണ കറിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ബീഫിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ച ബീഫിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഗരം മസാലപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിന് നല്ല വേവാണല്ലോ, അപ്പോൾ നമ്മളിത് കുക്കറിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഓരോ കുക്കറിലും വേവിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ബീഫ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതും പിന്നെ ഒരു എക്സ്ട്രാ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. വെള്ളം ഒരുപാട് കൂടി പോകരുത് കേട്ടോ, ബീഫിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി നമ്മളിത് കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ ഞാനിതിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 3 വിസിലിൽ നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു. നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു 3 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയൊക്കെ ആ ഒരു എരിവാണ് ഇതിൽ ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണോളം ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വന്നാൽ പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും ഒരു കൈപ്പിടിയോളം പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തീ കൂട്ടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വെള്ളമാക്കണ്ട, നമ്മൾ ചോറിട്ട് ദം ചെയ്തെടുക്കുമ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആവും. അപ്പോൾ അതാ ബീഫിൻ്റെ മസാലയൊക്കെ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മസാല മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചോറിൻ്റെ നടുവിലായിട്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇതിനോടൊപ്പം തന്നെ ചോറൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. ഞാൻ ജീരകശാല അരി കൊണ്ടാണ് ചോറുണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പകുതിയോളം ചോറ് ഈ മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബീഫിൻ്റെ മസാല മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം കുറച്ച് പാലെടുത്ത് അതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളിയും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ബിരിയാണി മസാല അവിടെ ഇവിടെ ആയിട്ട് തൂവി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചോറുണ്ടാക്കിയെടുത്തപ്പോൾ അത്യാവശ്യം നെയ്യൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി മൂടി വെച്ചൊരു 10-20 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇത് തുറന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ബീഫൊക്കെ പാകത്തെ വേവായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറാണെങ്കിലും ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലൊരു ബീഫ് ബിരിയാണി തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.